ആർട്ടോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇതേപോലൊരു ഫ്ലയർ അതല്ലെങ്കിൽ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോട്ടോഷോപ്പിൽ പുതുതായിട്ടൊരു പേജ് തുറന്നുകൊണ്ട് അതിലേക്ക് ഇമേജുകളും ഷേപ്പുകളും ടെക്സ്റ്റുകളും കളറുകളൊക്കെ ആഡ് ചെയ്ത് ഈ ഒരു പോസ്റ്റർ ആക്കി സേവ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ മുഴുവൻ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഈ ഒരു രൂപത്തിലുള്ള ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. ശേഷം ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തായിട്ട് എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്ന് ഒരു പോസ്റ്ററാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്കൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഫയൽ എന്നതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ന്യൂ എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ബോക്സ് ലഭിക്കുന്നതാണ്. ഇതിനകത്ത് നമ്മുടെ പോസ്റ്റർ എത്ര സൈസാണ് വേണ്ടത് എന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നോർമലായിട്ട് ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പോസ്റ്റിൻ്റെ സൈസാണ് ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1080 പിക്സൽ വിഡ്ത്തും 1350 പിക്സൽ ഹൈറ്റുമാണ്. അത് ഞാനിവിടെ സെലക്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ആദ്യമായിട്ട് ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പിക്സൽ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം നമുക്ക് എത്രയാണോ പിക്സൽ വിഡ്ത്ത് വേണ്ടത് അത് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 1080 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ഹൈറ്റ് എന്നെടുത്ത് 1350 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇവിടെ റെസൊല്യൂഷൻ എന്നെടുത്ത് 300 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സാധാരണയായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാനുള്ള ഫയലുകൾക്കൊക്കെ റെസൊല്യൂഷൻ 300 ആണ് കൊടുക്കാറുള്ളത്. കളർ മോഡ് എന്നതിന് താഴെയായിട്ട് ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൽ നിന്നും RGB എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനൊക്കെ കുറിച്ച് മറ്റു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യാനുള്ള ഫയലുകൾക്ക് RGB ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാനത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇവിടെ ക്രിയേറ്റ് എന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പേജ് ഇതേപോലെ ക്രിയേറ്റ് ആയിട്ട് വരുന്നതാണ്. ശേഷം ഈ ഒരു പേജിനകത്തായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്ന് ഒരു ഡിസൈനാക്കി മാറ്റാനാണ് പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഒരു പ്രത്യേക ഷേപ്പും ആ ഒരു ഷേപ്പിനകത്തായിട്ട് ഒരു ഇമേജും ആ ഒരു ഇമേജിന് പ്രത്യേക കളർ എഫക്റ്റുകളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ഭാഗമാണ് നമ്മൾ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ഭാഗം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഫോട്ടോഷോപ്പിലേക്ക് തന്നെ പോകുന്നു. ശേഷം ഇവിടെ ടൂൾ ബാറിൽ നിന്നും ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ ടൂൾ നമുക്ക് കാണാവുന്നതാണ്. അതിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നും ഏത് ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിച്ച് വരക്കാവുന്നതാണ്. ഞാനിപ്പോൾ റെക്റ്റാങ്കിൾ ടൂൾ എന്ന് പറയുന്ന ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ഷേപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് 10 പിക്സൽ എന്ന കുറച്ച് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നും ഷേപ്പ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇവിടെ എന്തെങ്കിലും ഒരു കളർ നമ്മുടെ ഷേപ്പിന് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു ഫില്ല് എന്നിടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കളർ നമുക്ക് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൽ നിന്നും തൽക്കാലത്തേക്ക് ഈ ഒരു കളർ സെലക്ട് ചെയ്യുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് നോക്കുന്നു. ശേഷം നമുക്ക് ആ ഒരു ഷേപ്പ് ഇവിടെ വരക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആ ഒരു ഷേപ്പ് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതേപോലെ ഒരു ബോക്സ് കിട്ടിയിരിക്കുകയാണ്. ഈ ഒരു ബോക്സിന് ചുറ്റും ഇതേപോലെ 4 ഡോട്ടുകളും കാണുന്നുണ്ട്. ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പിൻ്റെ കോർണർ റേഡിയസ് ഇതേപോലെ കുറഞ്ഞു വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ റൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടിയിരിക്കുകയാണ്. ഇനി ഒരു പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോട്ടോഷോപ്പിൽ ഇതേപോലുള്ള പോയിന്റുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൻ്റെ കുറച്ച് പഴയ വെർഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് പഴയ വെർഷനിലൊക്കെ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കൂടെ ഇവിടെ അവൈലബിൾ ആണ്. അതായത് ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യാൻ നോക്കുന്നതിന് മുമ്പായിട്ട് ഇതിനകത്തായിട്ട് റൗണ്ടഡ് റെക്റ്റാങ്കിൾ ടൂൾ എന്ന് പറഞ്ഞ ഒരു ടൂൾ കൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ആ ഒരു ടൂൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതേപോലെ റൗണ്ടിൻ്റെ സൈഡ് വളച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിനകത്തായിട്ട് നമ്മൾ 500 300 എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വരക്കുന്ന ഷേപ്പുകളുടെ കോർണറുകൾ ആ ഒരു രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഫോട്ടോഷോപ്പിൻ്റെ പഴയ വെർഷനുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ വെർഷൻ ഉപയോഗിക്കുന്ന ആളുകൾ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഏകദേശം ഈ രൂപത്തിലായിട്ട് അത് ക്രിയേറ്റ് ചെയ്യുന്നു. ശേഷം അതിൻ്റെ കോർണറിൽ പിടിച്ചുകൊണ്ട് അതൊന്ന് വലുതാക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനിൽ നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ബോക്സ് കുറച്ച് ചെരിഞ്ഞിട്ടാണ് വരുന്നത്. ഈ ഒരു ഭാഗത്താണ് അതിൻ്റെ ആ ഒരു റേഡിയസ് വരുന്നത്. അപ്പോൾ അത് ആ ഒരു രൂപത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഷേപ്പ് റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഷേപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മൗസ് ഏകദേശം ഈ ഒരു മൂലയിൽ പുറത്ത് ഭാഗത്തായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ മൗസിൻ്റെ ഐക്കൺ ഏകദേശം ഇതേപോലെ ഒരു രൂപത്തിലേക്ക് മാറുന്നതാണ്. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പ് നമുക്ക് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. ഞാൻ ഏകദേശം ഈ ഒരു രൂപത്തിലായിട്ട് അത് റൊട്ടേറ്റ് ചെയ്ത് മൗസിൽ നിന്നും വിരലെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഷേപ്പ് ഈ ഒരു രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ശേഷം നമ്മുടെ ഡിസൈനിൽ കാണുന്നത് പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് വലുതാക്കി കൊടുക്കുന്നു. ഇവിടെയും ഒന്ന് വലുതാക്കി കൊടുക്കുന്നു. നിങ്ങൾക്ക് ഈ ഡിസൈനിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇത് പ്രത്യേക ഒരു വലുപ്പത്തിലാണ് വന്നിട്ടുള്ളത്. ആ ഒരു രൂപത്തിലേക്ക് ഞാൻ മാറ്റാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് മൂവ് ടൂൾ സെലക്ട് ചെയ്യുന്നു.
ശേഷം ഇത് കുറച്ച് മുകളിലോട്ട് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് ഫിറ്റ് ചെയ്യുന്നു. ശേഷം ഒന്നും കൂടെ ഈ ഒരു ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിസൈനിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. ഒരുപക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ കീബോർഡിൽ സ്പേസ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൗസിൻ്റെ ഐക്കൺ ഏകദേശം ഈ ഒരു രൂപത്തിലേക്ക് മാറുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈനിൻ്റെ പല ഭാഗത്തും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈനിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കാര്യം പല സമയങ്ങളിലായിട്ട് ഞാൻ ഡിസൈനുകളിൽ കൊണ്ടുവരുന്നതായിരിക്കും, എപ്പോഴും പറയാൻ സാധ്യതയില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ശേഷം ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് വെച്ചുകൊണ്ട് ഇതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കാൻ പോവാണ്. ഏകദേശം ഈ ഒരു രൂപത്തിലാക്കിയിട്ട് അതിനെ വെക്കാൻ പോവാണ്. ശേഷം ഒന്നുകൂടെ ഇതിൻ്റെ റേഡിയസ് ഒന്ന് കുറക്കാൻ പോവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഏകദേശം നമ്മുടെ ആ ഒരു ഡിസൈനിലുള്ള പോലെ തന്നെ നമ്മൾ ആ ഒരു ഷേപ്പ് മാറ്റിയിരിക്കുകയാണ്. ശേഷം ഈ ഒരു ബ്ലാങ്ക് ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഷേപ്പ് കറക്റ്റായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി ഈ ഒരു ഷേപ്പിനകത്ത് ഈ ഒരു രൂപത്തിലുള്ള ഇമേജ് കൊണ്ടുവരേണ്ടതുണ്ട്. ആ ഒരു ഇമേജ് കൊണ്ടുവന്നിട്ട് ആ ഒരു ഇമേജിന് മുകളിൽ പുതിയ ഒരു കളറിൻ്റെ എഫക്റ്റും കൂടെ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിൻ്റെ കോപ്പി എടുക്കണം. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വീഡിയോ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഒരു ഭാഗത്ത് ലെയേഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ലെയർ ബോക്സ് ഓപ്പൺ ആക്കുന്നു. ഇങ്ങനെ ലെയർ ബോക്സ് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ലെയറും ഇവിടെ നമ്മുടെ റെക്റ്റാങ്കിൾ 1 എന്ന് പറയുന്ന ഈ ഒരു ഷേപ്പിൻ്റെ ലെയറുമാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ 1 എന്ന് പറയുന്ന ലെയർ സെലക്ട് ചെയ്യുന്നു. ശേഷം അതിൻ്റെ ഒരു കോപ്പി എടുക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു കോപ്പി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കീബോർഡിൽ Ctrl+J എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ ഷേപ്പ് ഇപ്പോൾ 2 പീസായിട്ട് മാറിയിരിക്കുകയാണ്. ശേഷം ഈ റെക്റ്റാങ്കിൾ 1 കോപ്പി എന്ന് പറയുന്ന ആ ഒരു ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ കളർ ഞാനൊന്ന് മാറ്റി കൊടുക്കാൻ പോവാണ്. അങ്ങനെ കളർ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു കളർ ബോക്സിൽ ക്ലിക്ക് ചെയ്തെടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്തുകൊണ്ട് കീബോർഡിൽ Alt Backspace എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു കളറാണോ അവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു കളർ നമുക്കിവിടെ ഷേപ്പിനുള്ളിൽ ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഒരു പച്ച ഷേപ്പും അതേപോലെ തന്നെ ഒരു റെഡ് ഷേപ്പും കാണാൻ സാധിക്കുന്നതാണ്. ഒന്നിനു മുകളിൽ മറ്റൊന്ന് കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കാത്തത്. താഴെയുള്ള ആ ഒരു ഷേപ്പിനെ കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മുകളിലുള്ള ആ ഒരു ഷേപ്പ് ഒന്ന് ഹൈഡ് ചെയ്യുന്നു. അങ്ങനെ ഹൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഷേപ്പ് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് അത് ഹൈഡ് ചെയ്ത് വെക്കുന്നു. ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ഒരു ഷേപ്പിനുള്ളിലേക്കാണ് നമ്മൾ നമ്മുടെ ഇമേജ് കൊണ്ടുവരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ഷേപ്പിലേക്ക് ഞാൻ ഇമേജ് കൊണ്ടുവരാനാണ് പോകുന്നത്. അങ്ങനെ ഇമേജിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഫയൽ എന്നതിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്പൺ എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം നമ്മുടെ ഇമേജ് ഏതൊരു ഫോൾഡറിലാണോ ഉള്ളത് ആ ഒരു ഫോൾഡറിൽ നിന്നും നമ്മുടെ ഇമേജ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നു. ഈ ഒരു ഡിസൈനിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ ഐക്കണുകളുടെയും ഇമേജുകളുടെയും ഫയലുകൾ ഒരു ഫോൾഡറിലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ഫോൾഡർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഡിസൈൻ തുടങ്ങാവുന്നതാണ്. ശേഷം ഞാനിവിടെ ഓപ്പൺ എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഇമേജ് ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഇമേജുകളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഗൂഗിളിൽ എക്സിക്യൂട്ടീവ് മാൻ യൂസിങ് കമ്പ്യൂട്ടർ എന്ന് ടൈപ്പ് ചെയ്തെടുക്കുന്നു. ശേഷം ഇവിടെ ഇമേജ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരുപാട് ഇമേജുകൾ ലഭിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു ഇമേജാണ് ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇമേജുകൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഓൾറെഡി ആ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ശേഷം ഈ ഒരു ഇമേജിനെ നമ്മുടെ ആ ഒരു ഫയലിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇമേജ് ഇപ്പോൾ ഫോട്ടോഷോപ്പിൽ മറ്റൊരു ഭാഗത്തായിട്ടാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഇവിടെ മാൻ എന്ന് പറയുന്ന ആ ഒരു ഫയലും ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയലും നമുക്ക് കാണാവുന്നതാണ്. ഞാനിപ്പോൾ ആ ഒരു മാൻ എന്ന് പറയുന്ന പേജ് ഓപ്പൺ ചെയ്യുന്നു. ശേഷം ആ ഒരു ഇമേജിനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫയലിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ പോവുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊണ്ടുവന്നാൽ നമ്മുടെ ഫയലിലോട്ട് നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു ഭാഗത്തേക്ക് അതിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ശേഷം ഇതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ Ctrl+T എന്ന് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് ചുറ്റും ഇതേപോലെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പോയിന്റുകൾ ലഭിക്കുന്നതാണ്. ശേഷം ഞാൻ ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് അത് മാറ്റി വെക്കുന്നു. ശേഷം ഈ ഒരു സൈസിലേക്ക് അത് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിൽ അതിനെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നമുക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഇമേജിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ റെക്റ്റാങ്കിൾ ടൂളും കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇമേജിന് തൊട്ട് താഴെയാണ് നമ്മുടെ ഷേപ്പ് ഉള്ളത് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ആ ഒരു ഇമേജിൻ്റെ ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നും ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
നമ്മുടെ ഇമേജിന് തൊട്ട് താഴെ ഏതൊരു ഷേപ്പാണോ ഉള്ളത് ആ ഒരു ഷേപ്പിനുള്ളിലേക്ക് നമ്മുടെ ഇമേജ് പോകുന്നതാണ്. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കതിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഏകദേശം ഈ ഒരു രൂപത്തിൽ അത് കുറച്ച് മുകളിലോട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നു. നമ്മുടെ ഡിസൈനിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തിരിക്കുകയാണ്. പക്ഷേ അതിനകത്തായിട്ട് ഒരു കളർ എഫക്റ്റ് കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു കളർ എഫക്റ്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നേരത്തെ നമ്മൾ ഇതേപോലെ ഒരു കോപ്പി ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഞാൻ ആ ഒരു ഗ്രീൻ ലെയർ സെലക്ട് ചെയ്യുന്നു. അത് നമ്മൾ നേരത്തെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഒന്ന് വ്യൂ ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വ്യൂ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ഇമേജ് കാണുന്നില്ല. കാരണം ഇമേജിന് മുകളിലായിട്ടാണ് ഈ ഒരു ലെയർ വന്നിരിക്കുന്നത്. ഈ ഒരു ലെയറിലാണ് നമ്മൾ കളർ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ കളർ കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു ഷേപ്പിനെ നമ്മുടെ ഇമേജിനുള്ളിലേക്ക് നമ്മൾ ലയിപ്പിക്കാനാണ് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് കളർ കൊണ്ടുവരാൻ പോവുകയാണ്. കളർ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ലെയർ സെലക്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ശേഷം ഇവിടെ ടൂൾ ബാറിൽ നിന്നും നമ്മുടെ ഷേപ്പ് ടൂൾ തന്നെ ഒന്ന് സെലക്ട് ചെയ്യാം. അങ്ങനെ ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിലായിട്ട് ഇവിടെ ഫില്ല് ചെയ്യുന്ന ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ സിംഗിൾ കളർ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഗ്രേഡിയൻറ്റ് കളർ, അതായത് മിക്സ്ഡ് ആയിട്ടുള്ള കളറാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്സ് ലഭിക്കുന്നതാണ്. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ബ്ലാക്കും ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വൈറ്റും നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യമായിട്ട് ബ്ലാക്ക് ചേഞ്ച് ചെയ്യാൻ പോകുന്നു. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബോക്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു കളർ ബോക്സ് ലഭിക്കുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ബ്ലൂ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും പല ബ്ലൂകളും നമുക്ക് ഇതിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ കോഡ് അറിയുമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് കളർ നമുക്ക് ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ ആ ഒരു കളറിൻ്റെ കോഡ് ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കളറിൻ്റെ കോഡ്. ആ ഒരു ബ്ലൂ കളറിൻ്റെ കോഡ് എന്ന് പറയുന്നത് ഇതാണ്. ഞാനത് Ctrl+C എന്ന് പ്രസ് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്യുന്നു. ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് Ctrl+V എന്ന് പ്രസ് ചെയ്തുകൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ആ ഒരു ബ്ലൂ നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ശേഷം ഇവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ശേഷം നമ്മൾ ആ ഒരു വൈറ്റ് ഭാഗം കൂടെ ചേഞ്ച് ചെയ്യാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വൈറ്റ് ഭാഗത്ത് ഏതൊരു കളറാണോ സെലക്ട് ചെയ്യേണ്ടത് ആ ഒരു കളർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആ ഒരു ഗ്രീൻ കളറിൻ്റെ കോഡ് ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുന്നു. ശേഷം Ctrl+C എന്ന് പ്രസ് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്യുന്നു. ശേഷം ഈ ഒരു ഭാഗത്ത് അത് പേസ്റ്റ് ചെയ്യുന്നു. ശേഷം ഇവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു ഭാഗത്തായിട്ട് ബ്ലൂ കളറും ഈ ഒരു ഭാഗത്തായിട്ട് ഗ്രീൻ കളറും കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് കറക്റ്റായിട്ട് നമുക്ക് കാണുന്നില്ല. കാരണം മുകളിൽ ആണ് ഗ്രീൻ വന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ വേണ്ടത് ഈ ഒരു ഭാഗത്തായിട്ട് ബ്ലൂവും ഈ ഒരു ഭാഗത്തായിട്ട് ഗ്രീനുമാണ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു റൗണ്ടിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പൊസിഷൻ ഇങ്ങനെ മാറ്റി കൊടുക്കാവുന്നതാണ്. ഞാൻ പൊസിഷൻ ഏകദേശം ഈ ഒരു രൂപത്തിൽ അത് സെറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ അതിൻ്റെ കളറിൻ്റെ പൊസിഷൻ ഏകദേശം ഈ ഒരു രൂപത്തിലേക്ക് മാറ്റി കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു ഭാഗത്തേക്ക് ഗ്രീൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ഷേപ്പിനകത്ത് നമ്മൾ കളർ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു ഷേപ്പിനെ നമ്മളെ ഇമേജിലേക്ക് ലയിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ലയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നോർമൽ എന്നതിനകത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് എഫക്റ്റുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു എഫക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ മൾട്ടിപ്ലൈ എന്ന് പറയുന്ന എഫക്റ്റാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ എന്ന ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ആ ഒരു ഇമേജിനുള്ളിലേക്ക് ആ ഒരു കളർ മിക്സ് ആയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് ഡാർക്ക് ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഡിസൈനിൽ നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു ആളുടെ ഫേസ് കാണുന്ന ഭാഗം കുറച്ച് ലൈറ്റായിട്ടും ഇവിടെ ടെക്സ്റ്റ് കൊണ്ടുവന്ന ഭാഗം കുറച്ച് ഡാർക്കായിട്ടുമാണുള്ളത്. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം കൂടി ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഇപ്പോൾ ആ ഒരു ഷേപ്പിൻ്റെ ലെയറാണ് സെലക്ട് ആയതെന്ന് ഉറപ്പുവരുത്താം. ശേഷം ഇവിടെ ടൂൾ ബാറിൽ ഇവിടെ ഷേപ്പ് ടൂൾ സെലക്ട് ആയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താം. ശേഷം ഒന്നും കൂടെ ഫില്ല് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഗ്രീൻ കളർ ഞാൻ ഒന്നും കൂടെ ലൈറ്റ് ആക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഇത് ഇതേപോലെ ഒന്ന് ലൈറ്റ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ഇമേജിൽ കുറച്ചും കൂടെ ഒന്ന് ലൈറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ശേഷം അതിൻ്റെ പൊസിഷൻ ഒന്നും കൂടെയൊക്കെ പറ്റുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു ഇമേജ് കാണുന്നുണ്ട്. എന്നാൽ ഒരുപാട് വിസിബിൾ ആവേണ്ട കാര്യമില്ല. ഈ ഒരു ചെറിയ രീതിയിൽ കാണാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശേഷം ഈ ഒരു മോഡ് ടൂളിൽ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഡിസൈനിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തിരിക്കുകയാണ്. ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇതിൽ ഇവിടെ മറ്റൊരു ഷേപ്പ് കൂടെ കാണുന്നുണ്ട്. ഈ ഒരു ഷേപ്പ് കൊണ്ടുവരാനാണ് അടുത്തതായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഷേപ്പ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്
ഞാൻ ഈ ഒരു ഷേപ്പിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പിൻ്റെ കോപ്പി എടുക്കുന്നതിന് വേണ്ടിയിട്ട് റോസ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ആ ഒരു ലെയർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം കീബോർഡിൽ Ctrl+J എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി നമുക്ക് ലഭിക്കുന്നതാണ്. ശേഷം താഴെ കാണുന്ന ആ ഒരു റെക്റ്റാങ്കിൾ 1 എന്ന് പറയുന്ന ആ ഒരു ലെയർ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ലെയറിന് താഴെയായിട്ട് എല്ലാ ലെയറുകളിലും ഒന്നിച്ച് വെച്ചതുകൊണ്ടാണ് നമുക്ക് കാണാത്തത്. അതിനെ കാണുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ താഴോട്ടുള്ള ആരോ മാർക്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലെയർ ഇങ്ങനെ താഴോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഏകദേശം ഈ ഒരു രൂപത്തിൽ വന്നതിന് ശേഷം ഇവിടെ ഒന്നും കൂടെ മോഡ് ടൂൾ സെലക്ട് ചെയ്യാം. ശേഷം ഈ ഒരു ഷേപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഭാഗത്തോട്ട് നമുക്ക് വെക്കാവുന്നതാണ്. ഞാൻ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അതിനെ വെക്കാൻ പോവുകയാണ്. അങ്ങനെ വെച്ചതിന് ശേഷം വേണമെങ്കിൽ ഒന്നും കൂടെ ഈ ഒരു ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സൈസൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു രൂപത്തിലാക്കാൻ പോവുകയാണ്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റേഡിയസ് കുറയുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ റേഡിയസ് നമുക്ക് കൂട്ടാവുന്നതാണ്. ഇപ്പം നമ്മുടെ ഷേപ്പ് ഏകദേശം ഈ ഒരു രൂപത്തിലായിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് മറ്റൊരു കളറാണ്. ആ ഒരു കളറിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഫില്ല് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ ഒരു ഗ്രേഡിയൻ്റ് കളറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള 2 കളറുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ള പോലെ തന്നെ ആ ഒരു ഗ്രീനാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ബ്ലൂവിൻ്റെയും ഗ്രീനിൻ്റെയും കോഡ് ഞാൻ ഇവിടെ കോപ്പി ചെയ്തുകൊണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഇവിടെ ബ്ലൂ ആണ് പേസ്റ്റ് ചെയ്യുന്നത്. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗ്രീനും പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ഭാഗത്ത് ഗ്രീനിൻ്റെ കളർ കോഡും പേസ്റ്റ് ചെയ്യുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിൻ്റെ ഒരു ഭാഗത്ത് ബ്ലൂവും ഒരു ഭാഗത്ത് ഗ്രീനുമാണ്. പക്ഷേ കറക്റ്റായിട്ട് കാണുന്നില്ല. അതിൻ്റെ പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അത് കാണാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അത് കറക്റ്റായിട്ട് കാണുന്നതാണ്. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ കളറും അതിൻ്റെ ഷേപ്പും ലഭിച്ചിരിക്കുകയാണ്. ശേഷം ഞാനിവിടെ ഈ ഒരു മോഡ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ബോക്സ് ഒന്ന് ക്ലോസ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തിരിക്കുകയാണ്. വീഡിയോയുടെ ഇത്രയും ഭാഗം കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യാം. നമുക്ക് വീഡിയോ തുടരാം. ശേഷം നമ്മുടെ ഈ ഒരു ഡിസൈനിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ്. ആ ഒരു ഡാർക്ക് ബ്ലൂ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയർ ബോക്സിൽ നിന്നും സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ ഒരു ഡാർക്ക് ബ്ലൂ ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ ഡാർക്ക് ബ്ലൂവിൻ്റെ കോഡ് കോപ്പി ചെയ്യുന്നു. ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് അത് പേസ്റ്റ് ചെയ്തുകൊണ്ട് ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ആ ഒരു കളർ ഈ ബോക്സിനുള്ളിൽ വന്നിരിക്കുകയാണ്. ഈ ബോക്സിനുള്ളിൽ വന്നിട്ടുള്ള കളർ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ ഓൾട്ട് ബാക്ക് സ്പേസ് എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആ ഒരു കളറിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ഡിസൈനിൻ്റെ ഈ ഒരു ഭാഗവും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ശേഷം ഈ ഒരു ഷേപ്പ് കൂടെ ഞാൻ ഇപ്പോൾ തന്നെ കൊണ്ടുവരാൻ പോവുകയാണ്. ആ ഒരു ഷേപ്പ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഷേപ്പിൻ്റെ കോപ്പി എടുക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഈ ഒരു റെക്റ്റാങ്കിൾ ടൂൾ എന്ന് പറയുന്ന ഈ ഷേപ്പിൽ ക്ലിക്ക് ചെയ്തു. ആ ഒരു ഷേപ്പിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആ ലെയർ ബോക്സിൽ ഷേപ്പ് സെലക്ട് ആവുന്നതാണ്. ശേഷം കീബോർഡിൽ Ctrl+J എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി കൂടെ നമുക്കിവിടെ ലഭിക്കുന്നതാണ്. അങ്ങനെ ആ ഒരു കോപ്പി കിട്ടിയതിന് ശേഷം ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോപ്പി ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്തോട്ട് കൊണ്ടുവരുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് അത് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ ഡിസൈനിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തിരിക്കുകയാണ്. ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റുകളൊക്കെ കൊണ്ടുവരാവുന്നതാണ്. ആദ്യമായിട്ട് ടെക്സ്റ്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടൂൾ ബാറിൽ നിന്നും ടൈപ്പ് ടൂൾ എന്ന് പറയുന്ന ഈ ഒരു ടൂൾ സെലക്ട് ചെയ്യുന്നു. ആ ഒരു ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗത്തായിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ലോറം ഇപ്സം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ലഭിക്കുന്നതാണ്. ആ ഒരു ടെക്സ്റ്റിൻ്റെ സ്ഥാനത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റുകൾ കൊണ്ടുവരാവുന്നതാണ്. ഞാനിപ്പോൾ ഗ്രോ യുവർ ബിസിനസ് വിത്ത് അസ് എന്ന ആ ഒരു ടെക്സ്റ്റ് കൊണ്ടുവരുന്നു. ഒരു ലൈൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത ലൈനിലേക്ക് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻ്റർ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ഞാനിവിടെ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ ഈ ഒരു ടെക്സ്റ്റ് മറ്റു പല കളറിലോ അതല്ലെങ്കിൽ ഒരുപാട് വലുതായിട്ടോ അല്ലെങ്കിൽ അലൈൻമെൻറ്റ് തെറ്റിയിട്ടൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അലൈൻമെൻറ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് Ctrl+A എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. Ctrl+A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Ctrl+Alt എന്നാണ്. Ctrl+Alt എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് Ctrl+A എന്ന് പറയുന്നത്. ഞാനിപ്പോൾ Ctrl+A എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അത് മുഴുവനായിട്ടും സെലക്ട് ചെയ്യുന്നു. ശേഷം അതിൻ്റെ അലൈൻമെൻറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നും ഈ ഒരു ഭാഗത്തേക്ക് ലഭിക്കുന്നതാണ്. ശേഷം അതിൻ്റെ ഫോണ്ടിൻ്റെ കളർ ഒന്ന് വേണമെങ്കിൽ മാറ്റി കൊടുക്കാവുന്നതാണ്. ഇവിടെ എനിക്ക് ഓൾറെഡി വൈറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു പക്ഷേ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ വൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്ത് പോയിക്കൊണ്ട് നമുക്ക് വൈറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വൈറ്റ് കളർ നിങ്ങൾക്ക് കിട്ടുന്നതാണ്.
ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളർ വൈറ്റ് ആയിരിക്കുകയാണ്, അതേപോലെ തന്നെ അതിൻ്റെ അലൈൻമെൻറ്റ് മാറിയിരിക്കുകയാണ്. ഇനി നമ്മുടെ ടെക്സ്റ്റിൻ്റെ സ്റ്റൈൽ, അതായത് ഫോണ്ട് നമുക്ക് മാറ്റേണ്ടതുണ്ട്. അങ്ങനെ ഫോണ്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ലിസ്റ്റിൽ നിന്നും ഒരുപാട് ഫോണ്ട് സ്റ്റൈലുകൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഒരുപാട് ഫോണ്ട് സ്റ്റൈലുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ട് സ്റ്റൈലിൻ്റെ പേരാണ് റെയിൽവേ എന്ന് പറയുന്നൊരു ഫോണ്ട് സ്റ്റൈല്. ഒരു പക്ഷേ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ആ ഒരു ഫോണ്ട് സ്റ്റൈൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഏരിയൽ എന്ന് പറയുന്ന ഫോണ്ട് സ്റ്റൈൽ ഉപയോഗിക്കാവുന്നതാണ്. അത് ബോറായിട്ടുള്ളൊരു ഫോണ്ട് സ്റ്റൈലാണ്, പക്ഷേ ഏരിയൽ എന്ന് പറയുന്ന ഫോണ്ട് എല്ലാ കമ്പ്യൂട്ടറിലും ഉണ്ടാവും. അതുകൊണ്ടാണ് ഏരിയൽ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതല്ലെങ്കിൽ കാലിബ്രി എന്ന് പറയുന്ന ഫോണ്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് റെയിൽവേ എന്ന് പറയുന്ന ഫോണ്ട് തന്നെയാണ്. കാരണം ഡിസൈനിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ ഫോണ്ട് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും ഒക്കെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്ത് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് റെയിൽവേ എന്ന് സെർച്ച് ചെയ്തപ്പോൾ ആ ഒരു ഫോണ്ട് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ഇതിൽ നിന്നും റെയിൽവേ ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്യുന്നു. റെയിൽവേ എന്ന് പറയുന്നത് ഒരു ഫോണ്ട് ഫാമിലിയാണ്. ഫോണ്ട് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനപ്പുറത്തായിട്ട് അതിൻ്റെ തിന്ന്, ബോൾഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വേരിയൻ്റ് നമുക്ക് കിട്ടുന്നതാണ്. അതായത് അതിൻ്റെ കട്ടി കുറഞ്ഞതും കട്ടി കൂടിയതുമായിട്ടുള്ള ഒരുപാട് വേരിയൻ്റ് നമുക്ക് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ലൈറ്റ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം അതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ടി എന്നതിനപ്പുറത്തായിട്ട് അതിൻ്റെ സൈസ് മാറ്റി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം 20 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം എൻ്ററിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് 20 ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വളരെ കുറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു പക്ഷേ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ ചിലപ്പോൾ ഒരുപാട് ഗ്യാപ്പ് കൂടിയിട്ടായിട്ടും കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനെ ഗ്യാപ്പ് കൂടിയത് കുറക്കുന്നതിന് വേണ്ടിയിട്ടും ഗ്യാപ്പ് കുറഞ്ഞത് കൂട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് താഴോട്ടുള്ള ആരോ മാർക്ക് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിലുള്ള ഗ്യാപ്പ് കൂടുന്നതാണ്. ഇനി അതിനിടയിലുള്ള ഗ്യാപ്പ് കുറക്കണമെന്നുണ്ടെങ്കിൽ കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ആരോ മാർക്ക് മുകളിലോട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ അതിനിടയിലുള്ള ഗ്യാപ്പ് നമുക്ക് കുറക്കാനും സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഗ്യാപ്പ് ഏകദേശം ഈ രൂപത്തിലായിട്ട് സെറ്റ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് കറക്റ്റായിട്ട് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ശേഷം കീബോർഡിൽ Ctrl+T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അതിനെ സെറ്റ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് കറക്റ്റായിട്ട് അവിടെ സെറ്റായിട്ട് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഡിസൈനിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ ആർട്ടോസ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു ലോഗോ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ലോഗോ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ലോഗോ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫയൽ എന്നതിൽ പോകുന്നു. ഫയൽ എന്നതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അതിൽ നിന്നും ആ ഒരു ലോഗോ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഏതൊരു ഫോൾഡറിലാണോ നമ്മുടെ ലോഗോ ഉള്ളത് ആ ഒരു ഫോൾഡറിൽ നിന്നും ലോഗോ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ലോഗോ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു PNG ലോഗോ ആണ്. ആ ഒരു ലോഗോയെ ഞാൻ നമ്മുടെ ഡിസൈൻ ഫയലിലേക്ക് തന്നെ കൊണ്ടുപോകാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ മറ്റൊരു പേജിലായിട്ടാണ് നമ്മുടെ ലോഗോ ഓപ്പൺ ആയിരിക്കുന്നത്. നമ്മുടെ മെയിൻ ഡിസൈൻ ഫയൽ ഇവിടെ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ലോഗോയുടെ പേജ് തന്നെ ഓപ്പൺ ചെയ്യുന്നു. ശേഷം ഇവിടെ മോഡ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ലോഗോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ വലിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു ഡിസൈൻ ഫയലിന് മുകളിലേക്ക് കൊണ്ടുവരുന്നു. ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് അതിനെ സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ലോഗോ ഇവിടെ വന്നിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള കളറാണ്. അതിനെ നമ്മുടെ ഡിസൈനിലുള്ള പോലെ വൈറ്റ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ലെയറിൻ്റെ ഈ ഒരു ഭാഗത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുറച്ച് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നും ഈ ഒരു ഭാഗത്തായിട്ട് കളർ ഓവർലേ എന്ന ഈ ഒരു ഓപ്ഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കളർ നമ്മുടെ ലോഗോയിൽ അപ്ലൈ ആയിരിക്കുകയാണ്. ശേഷം ഇവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ശേഷം ഇവിടെയും ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ലോഗോ ഇവിടെ വന്നിരിക്കുകയാണ്. നല്ല വൈറ്റ് കളറിൽ തന്നെയാണ് നമ്മുടെ ലോഗോ ഇപ്പോൾ വന്നിരിക്കുന്നത്. ശേഷം അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ കീബോർഡിൽ Ctrl+T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ പൊസിഷൻ നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഞാൻ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് സെറ്റ് ചെയ്യുന്നു. അതിൻ്റെ സൈസും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഡിസൈനിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു ഡിസൈനിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ടാർഗറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ഉണ്ട്. ആ ഒരു ടെക്സ്റ്റ് കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഫോട്ടോഷോപ്പിലേക്ക് തന്നെ പോകുന്നു. ഇവിടെ ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് അത് നമുക്ക് റീപ്ലേസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി എടുത്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ഇവിടെ ലെയർ ബോക്സിൽ സെലക്ട് ആയിരിക്കുകയാണ്. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടെക്സ്റ്റിൻ്റെ കോപ്പി നമുക്ക് ലഭിക്കുന്നതാണ്. ഒരു ടെക്സ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഷേപ്പിൻ്റെയൊക്കെ കോപ്പി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോപ്പി ലഭിക്കുന്നതാണ്.
ഞാനിപ്പോൾ ആ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏകദേശം ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യുന്നു. ശേഷം ആ ഒരു ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാനാണ് പോകുന്നത്. ആ ഒരു ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ടൂൾ ബാറിൽ നിന്നും ടൈപ്പ് ടൂൾ എന്ന് പറയുന്ന ഈ ഒരു ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടെക്സ്റ്റ് മുഴുവനായിട്ടും സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്ന ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ മുഴുവനായിട്ടും ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ടാർഗറ്റ് ചെയ്യുന്ന ടെക്സ്റ്റ് മുഴുവനായിട്ടും ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ശേഷം ഇതേപോലെ മുഴുവനായിട്ടൊന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം ഇതിൻ്റെ ബോൾഡ്നെസ് ഒന്ന് കൂട്ടി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ബോൾഡ്നെസ് കൂട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി റെയിൽവേ എന്ന ഫോണ്ട് സെലക്ട് ആയിട്ടുണ്ട്. അതിൻ്റെ ബോൾഡ് കൂട്ടി കൊടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ ലൈറ്റ് എന്നതിനപ്പുറത്തായിട്ട് ഞാനിവിടെ ബ്ലാക്ക് എന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ബോൾഡായിട്ട് തന്നെ ആ ഒരു ടെക്സ്റ്റ് കിട്ടിയിരിക്കുകയാണ്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ശേഷം ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് കീബോർഡിൽ Ctrl+T എന്ന് പ്രസ് ചെയ്യുന്നു. ഏകദേശം ഈ ഒരു രൂപത്തിലായിട്ട് അത് സെറ്റ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് അതിനെ വെക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ടാർഗറ്റ് ചെയ്യുന്ന ആ ഒരു ടെക്സ്റ്റും കൊണ്ടുവന്നിരിക്കുകയാണ്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ അവിടെ തന്നെ അത് സെറ്റ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ കളർ നമ്മുടെ ഈ ഡിസൈനിലുള്ളതുപോലെ തന്നെ ഒരു ലൈറ്റ് ഗ്രീനാക്കി മാറ്റേണ്ടതുണ്ട്. ആ ഒരു കളറിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കളർ സെലക്ട് ചെയ്യുന്നു. ഈ ഒരു ലൈറ്റ് ഗ്രീനിൻ്റെ കോഡ് ഞാൻ ഓൾറെഡി ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ലൈറ്റ് ഗ്രീൻ കോപ്പി ചെയ്യുന്നു. ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു കളർ ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ കളർ ഇവിടെ സെലക്ട് ആയിരിക്കുകയാണ്. ശേഷം കീബോർഡിൽ Alt+Backspace എന്ന് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കളർ നമ്മുടെ ടെക്സ്റ്റിലോട്ടും വരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റും ആ ഒരു ലൈറ്റ് ഗ്രീനിലേക്ക് മാറിയിരിക്കുകയാണ്. ശേഷം ഇതിന് താഴെയായിട്ട് ചെറിയൊരു ടെക്സ്റ്റ് ഉണ്ട്. ആ ഒരു ടെക്സ്റ്റ് കൂടെ കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ടെക്സ്റ്റ് കൊണ്ടുവരാൻ പോവുകയാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ അതിന് കോപ്പി എടുത്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ആദ്യമായിട്ട് മോഡ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് Alt പ്രസ് ചെയ്തുകൊണ്ട് ഇതൊന്ന് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യുന്നു. ശേഷം ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇത് മുഴുവനായിട്ടും സെലക്ട് ചെയ്യുന്നു. ശേഷം ഫൈൻഡ് യുവർ ടാർഗറ്റ് എന്ന ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് Ctrl+T എന്ന് പ്രസ് ചെയ്യുന്നു. ശേഷം അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് സെറ്റ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ഒന്നും കൂടെ ടിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഫൈൻഡ് യുവർ ടാർഗറ്റ് എന്ന ടെക്സ്റ്റ് കൂടെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ പൊസിഷൻ ഒന്നുകൂടെ ചെറുതായിട്ട് മുകളിലോട്ട് കൊണ്ടുവരണമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഇവിടെ മോഡ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് കീബോർഡിൽ ആരോ മാർക്ക് മുകളിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് നമുക്ക് ഇതേപോലെ മുകളിലോട്ട് കൊണ്ടുവരാവുന്നതാണ്. ഇതേപോലെ ആരോ മാർക്ക് 4 ഭാഗത്തേക്കും പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റിനെയും നമുക്ക് 4 ഭാഗത്തേക്കും കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഡിസൈനിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു ഡിസൈനിലുള്ള പോലെ തന്നെ ഈ ഒരു ടെക്സ്റ്റും അതിന് പിന്നിലായിട്ടുള്ള ഈ ഒരു പോയിന്റുകളും കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്തപോലെ തന്നെ ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ Alt പ്രസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് അത് സെറ്റ് ചെയ്യുന്നു. ശേഷം ആ ഒരു ടെക്സ്റ്റ് മുഴുവനായിട്ട് ഞാൻ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇത് മുഴുവനായിട്ടും ഒന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ഓൾറെഡി ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ടെക്സ്റ്റ് മുഴുവനായിട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശേഷം ഇതിനിടയിലുള്ള ഗ്യാപ്പ് കൂട്ടണമെന്ന് തോന്നുകയാണെങ്കിൽ നേരത്തെ ചെയ്തപോലെ തന്നെ Ctrl+A എന്ന് പ്രസ് ചെയ്തുകൊണ്ട് മുഴുവനായിട്ടും സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം കീബോർഡിൽ Alt പ്രസ് ചെയ്തുകൊണ്ട് താഴോട്ടുള്ള ആരോ മാർക്ക് പ്രസ് ചെയ്തുകൊണ്ട് അത് താഴോട്ട് അതിനുള്ള ഗ്യാപ്പ് കൂട്ടാവുന്നതാണ്. മുകളിലോട്ടുള്ള ആരോ മാർക്ക് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനിടയിലുള്ള ഗ്യാപ്പ് നമുക്ക് കുറക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് മുഴുവനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ശേഷം ഈ ഒരു ടെക്സ്റ്റിൻ്റെ ബോൾഡ്നെസ് ഞാനൊന്ന് കൂട്ടാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ലൈറ്റ് എന്നതിൽ പോയിക്കൊണ്ട് റെഗുലർ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഒന്നും കൂടെ ബോൾഡായിട്ടുള്ള ഒരു ടെക്സ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ അവിടെ തന്നെ അത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഏകദേശം ഈ ഒരു രൂപത്തിൽ വന്നിരിക്കുകയാണ്. ശേഷം കീബോർഡിൽ Ctrl+T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് മുഴുവനായിട്ടും ഇതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കാൻ പോവുകയാണ്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാനത് അവിടെ തന്നെ സെറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ഒരു ഡിസൈനിലുള്ള പോലെ തന്നെ കുറച്ച് പോയിന്റുകൾ കൊണ്ടുവരേണ്ടതുണ്ട്. ആ ഒരു പോയിന്റുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ എങ്ങനെയാണോ നമ്മുടെ ലോഗോ കൊണ്ടുവന്നത് ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഫയൽ എന്നതിൽ പോയിക്കൊണ്ട് ഓപ്പൺ എന്ന് പ്രസ് ചെയ്യുന്നു. ബുള്ളറ്റ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് സെലക്ട് ചെയ്യുന്നു. ശേഷം ഓപ്പൺ എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു ബുള്ളറ്റ് ഓപ്പൺ ആക്കുന്നു. ഇത്തരത്തിലുള്ള ബുള്ളറ്റുകളൊക്കെ നമുക്ക് ഗൂഗിളിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ പോയിക്കൊണ്ട് നമുക്ക് ബുള്ളറ്റ് ഡിസൈൻ PNG ഐക്കൺസ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് ബുള്ളറ്റ് ഐക്കൺസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു ഐക്കൺ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഓൾറെഡി ഈ ഒരു ഐക്കൺ ഡൗൺലോഡ് ചെയ്ത് വെച്ചുകൊണ്ട് അത് ഉപയോഗിക്കാൻ പോവുകയാണ്. ശേഷം ഇവിടെ മോഡ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഐക്കൺ നമ്മുടെ ഡിസൈനിലേക്ക് കൊണ്ടുപോകുന്നു. ഇതേപോലെ എടുത്തുകൊണ്ട് നമ്മുടെ ഡിസൈനിലേക്ക് കൊണ്ടുവരാവുന്നതാണ്.
നേരത്തെ എങ്ങനെയാണോ ലോഗോയുടെ കളർ ചേഞ്ച് ചെയ്തിട്ടുള്ളത് ആ ഒരു രൂപത്തിൽ നമുക്ക് ഈ ഒരു ഐക്കണിൻ്റെ കളറും ചേഞ്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കളർ ഓവർലേ എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഗ്രീൻ കളറാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ഗ്രീൻ കളറിൻ്റെ കോഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ഇവിടെയും ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഐക്കണ് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ശേഷം ഈ ഒരു ഐക്കണിനെ ചെറുതാക്കാൻ പോവുകയാണ്. ഐക്കണിനെ ചെറുതാക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് വന്നുകൊണ്ട് നമ്മുടെ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നും കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഐക്കൺ ചെറുതാക്കുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നതല്ല. ഞാൻ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് കീബോർഡിൽ Ctrl+T എന്ന് പ്രസ് ചെയ്യുന്നു. ശേഷം ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഏകദേശം ഈ ഒരു രൂപത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. നമ്മളിതേപോലെ ചെറിയ കാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫയൽ പലപ്പോഴായിട്ട് സൂം ചെയ്യേണ്ടി വരും. അപ്പം സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ കീബോർഡിൽ Alt പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ മൗസിൻ്റെ സ്ക്രോൾ ഇതേപോലെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കിതേപോലെ സൂം ചെയ്യാവുന്നതാണ്. ഇതേപോലെ സൂം ചെയ്ത ഭാഗം ചെറുതാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മൗസ് ഇതേപോലെ പിന്നോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതേപോലെ ചെറുതാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതേപോലെ മുന്നോട്ട് സ്ക്രോൾ ചെയ്തുകൊണ്ട് വലുതാക്കുന്നു. ശേഷം അതിൻ്റെ സൈസ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെറുതാക്കാൻ പോവുകയാണ്. ഏകദേശം ഈ ഒരു രൂപത്തിലായിട്ടത് സെറ്റ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അതിൻ്റെ ഐക്കൺ കറക്റ്റായിട്ട് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സൂം ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ ഡിസൈനിൻ്റെ മറ്റു ഭാഗങ്ങൾ കാണാൻ സാധിക്കുന്നതല്ല. അങ്ങനെ ഡിസൈനിൻ്റെ മറ്റു ഭാഗങ്ങൾ കൂടെ കാണണമെന്നുണ്ടെങ്കിൽ കീബോർഡിൽ സ്പേസ് പ്രസ് ചെയ്ത് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൗസിൻ്റെ ഐക്കൺ ഏകദേശം ഈ ഒരു രൂപത്തിലേക്ക് മാറുന്നതാണ്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ മൗസ് ഡിസൈനിൻ്റെ പല ഭാഗങ്ങളിലുമായിട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല ഭാഗങ്ങളിലേക്കും നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഇതേപോലെ സൂം ചെയ്യുന്ന കാര്യവും ഡ്രാഗ് ചെയ്യുന്ന കാര്യവും പലപ്പോഴായിട്ട് ഞാൻ ഡിസൈനിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അത് എപ്പോഴും പ്രത്യേകം പറയുന്നതല്ല. ഏതായാലും നമുക്ക് ഡിസൈൻ തുടരാവുന്നതാണ്. നമ്മളിപ്പോൾ ഇത്രയും ഭാഗം ചെയ്തിരിക്കുകയാണ്. ശേഷം ഈ ഒരു ഐക്കണിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് ഇവിടെയും ഒക്കെ അപ്ലൈ ചെയ്യാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ലെയർ 3 എന്ന് പറയുന്ന ആ ഒരു ഐക്കൺ ഇവിടെ സെലക്ട് ആയിരിക്കുകയാണ്. ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് Alt പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കോപ്പി ലഭിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കീബോർഡിൽ Altഉം Shiftഉം ഒരുമിച്ച് പ്രസ് ചെയ്തുകൊണ്ടാണ് ഡ്രാഗ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരുമിച്ച് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ കോപ്പി ലഭിക്കുന്നതാണ്. ഞാൻ ഈ ഒരു കോപ്പി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ ഡിലീറ്റ് എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഞാനിവിടെ ഇതിൻ്റെ കോപ്പി എടുക്കാൻ പോവുകയാണ്. ഞാനിതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കീബോർഡിൽ Altഉം Shiftഉം ഒരുമിച്ച് പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് നേരെ തന്നെ അതിൻ്റെ കോപ്പി കിട്ടിയിട്ടുണ്ട്. ശേഷം ഞാൻ കീബോർഡിൽ നിന്നും മൗസിൽ നിന്നും വിരലെടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ഒരു കോപ്പിയാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സെയിം മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 3 കോപ്പി കൂടെ എടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കോപ്പി സെലക്ട് ചെയ്യുന്നു. ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ കീബോർഡിൽ Altഉം Shiftഉം ഒരുമിച്ച് പ്രസ് ചെയ്തുകൊണ്ട് കോപ്പി എടുക്കുന്നു. ഇപ്പോൾ നമുക്ക് 3 കോപ്പി കിട്ടിയിരിക്കുകയാണ്. ശേഷം ഒന്ന് സൂം ഔട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ ഡിസൈനിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു ഡിസൈനിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഒരു ലൈനും അതിന് താഴെയായിട്ട് ഒരു മൊബൈൽ നമ്പറും ഐക്കണൊക്കെ ഉണ്ട്. ആ ഒരു ഭാഗം കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലൈൻ കൊണ്ടുവരാൻ പോവുകയാണ്. ലൈൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ടൂൾ ബാറിൽ നിന്നും ഷേപ്പ് ടൂളിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ലൈൻ ടൂൾ എന്നൊരു ടൂൾ ലഭിക്കുന്നതാണ്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഷേപ്പ് എന്നതാണ് സെലക്റ്റായി കിടക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. ശേഷം നമ്മുടെ ലൈനിന് ഏതൊരു കളറാണോ വേണ്ടത് ആ ഒരു കളർ നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഷിഫ്റ്റും പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ലൈൻ വരയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആ ഒരു ലൈന് വരച്ചിരിക്കുകയാണ്. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് വരച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നേരെ തന്നെ നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ലൈന് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സെലക്റ്റായി കിടക്കുന്നത് കൊണ്ടാണ് അത് ബ്ലൂ കളറിൽ കാണുന്നത്. കറക്റ്റായിട്ട് അത് വൈറ്റ് ലൈനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ശേഷം ഈ ഒരു മൗ ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഡിസൈനിൻ്റെ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ കളർ കാണാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കറക്റ്റായിട്ടുള്ള ഒരു ലൈനും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ലൈനും അതേപോലെ തന്നെ ടെക്സ്റ്റും ഒക്കെ പിന്നീട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ലൈന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ സെലക്ട് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ താഴോട്ടുള്ള ആരോ മാർക്കൊക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഞാൻ ഏകദേശം ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടെക്സ്റ്റിൻ്റെ പൊസിഷൻ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടെക്സ്റ്റ് മുഴുവനായിട്ടും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഭാഗത്തേക്ക് ഇത് മാറ്റി വെക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗവും നമുക്ക് ഇതേപോലെ മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ പലപ്പോഴായിട്ട് നമ്മൾ ഡിസൈനിൽ വരുത്തേണ്ടി വരും.
അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണോ ഈ ടെക്സ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അതേപോലെ തന്നെ കോപ്പി എടുത്തുകൊണ്ടാണ് ഞാൻ മൊബൈൽ നമ്പറും കൊണ്ടുവരാൻ പോകുന്നത്. ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ കോപ്പി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ശേഷം ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇത് മുഴുവനായിട്ടും സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ഞാനിവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് അവിടെ പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. Ctrl V എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ശേഷം ഈ മൊബൈൽ നമ്പർ മുഴുവനായിട്ടും ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ തിക്നെസ് ഒന്ന് കൂട്ടി കൊടുക്കാൻ പോവുകയാണ്. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ബോൾഡ് എന്നാക്കി കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ഏകദേശം ഈ ഒരു രൂപത്തിൽ കിട്ടിയിരിക്കുകയാണ്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ സെറ്റ് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ Ctrl T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇത് നേരത്തെ പറഞ്ഞ കാര്യമായതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് സെറ്റ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഓൾറെഡി നമ്മൾ ഗ്രീൻ കളറാണ് സെലക്ട് ആയി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ കീബോർഡിൽ ഓൾട്ട് ബാക്ക് സ്പേസ് എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു കളർ ഞാൻ ഈ ഒരു ടെക്സ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ശേഷം നമ്മുടെ ഈ ഒരു ഡിസൈനിലുള്ള പോലെ തന്നെ മൊബൈലിൻ്റെ ഐക്കൺ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫയൽ എന്നതിൽ പോയിക്കൊണ്ട് ഓപ്പൺ എന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മുടെ ആ ഒരു മൊബൈലിൻ്റെ ഐക്കൺ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ ഐക്കൺ ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ആയിട്ടുള്ള ഒരു PNG ഐക്കൺ ആണുള്ളത്. ശേഷം ഇവിടെ മോഡ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫയലിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് അതിനെ വെക്കുന്നു. ശേഷം അതിൻ്റെ സൈസ് വേണമെങ്കിൽ Ctrl T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് സെറ്റ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം അതിൻ്റെ കളർ നേരത്തെ ചെയ്ത പോലെ തന്നെ മാറ്റാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ലെയേഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കളർ നമുക്ക് മാറ്റാവുന്നതാണ്. ആ ഒരു ലെയറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം നേരത്തെ ചെയ്തപോലെ തന്നെ കളർ ഓവർലേ എന്നതിൽ പോയിക്കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഓൾറെഡി ഗ്രീൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഡിസൈനിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തിരിക്കുകയാണ്. ശേഷം ഈ ഒരു ഡിസൈനിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഒരു ബാർകോഡ് ഉണ്ട്. ആ ഒരു ബാർകോഡും ഞാനിവിടെ പെട്ടെന്ന് കൊണ്ടുവരാൻ പോവുകയാണ്. ഞാനിവിടെ ബാർകോഡ് ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ശേഷം ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരുന്നു. ശേഷം Ctrl T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് സെറ്റ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ശേഷം നമ്മുടെ എബൌട്ട് അസ് എന്ന ആ ഒരു ടെക്സ്റ്റ് കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടെക്സ്റ്റിൻ്റെ കോപ്പി എടുക്കുന്നു. ഈ ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് ടൂൾ ബാറിൽ നിന്നും ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇത് മുഴുവനായിട്ട് ഒന്ന് സെലക്ട് ചെയ്യുന്നു. എബൌട്ട് അസ് എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇത് മുഴുവനായിട്ട് ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ കളർ മാറ്റേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കളർ വൈറ്റ് ആക്കി കൊടുക്കാം. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ സെറ്റ് ചെയ്യുന്നു. ശേഷം അതിൻ്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് Ctrl T എന്ന് പ്രസ് ചെയ്യുന്നു. ശേഷം അതിൻ്റെ സൈസ് ഒന്ന് കൂട്ടി ഏകദേശം ഈ ഒരു രൂപത്തിൽ സെറ്റ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഡിസൈനിൻ്റെ ഇത്രയും ഭാഗം ചെയ്തിരിക്കുകയാണ്. ശേഷം ഇവിടെ ചെറിയൊരു പാരഗ്രാഫ് കൂടെ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഈ ഒരു ഡിസൈനിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു പാരഗ്രാഫ് ഞാൻ ഓൾറെഡി ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഒരു ഭാഗം ഇതേപോലെ കോപ്പി ചെയ്യുന്നു. ശേഷം നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് തന്നെ വരുന്നു. ശേഷം ഇവിടെ ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ എത്ര ഭാഗത്താണോ നമ്മുടെ ടെക്സ്റ്റ് വരേണ്ടത് ആ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് വരച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിനുള്ളിൽ ഇതേപോലെ വലുതായിട്ടോ അതല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ലഭിക്കുന്നതാണ്. ശേഷം കീബോർഡിൽ Ctrl V എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് മുഴുവനായിട്ടും ഇവിടെ പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് മുഴുവനായിട്ടും ഇവിടെ പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്കത് കാണാൻ സാധിക്കുന്നില്ല. കാരണം അത് വലിയ ടെക്സ്റ്റ് ആയതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കാത്തത്. അപ്പോൾ അതിനെ ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ അത് മുഴുവനായിട്ടും ചെറുതാക്കാൻ പോവാണ്. അതിനെ മുഴുവനായിട്ടും ചെറുതാക്കുന്നതിന് മുമ്പായിട്ട് അതിനെ മുഴുവനായിട്ടും ഒന്ന് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് കീബോർഡിൽ Ctrl A എന്ന് പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് മുഴുവനായിട്ടും നമ്മൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ശേഷം അതിൻ്റെ സൈസ് ഏകദേശം ഞാനിവിടെ 10 എന്ന് കൊടുക്കുന്നു. ഒന്നും കൂടെ ചെറുതാക്കാൻ പോവുകയാണ്. 6 എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഇതേപോലെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ശേഷം അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഒരുപാട് കൂടുതലാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കുറക്കാൻ പോവുകയാണ്. കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് മുകളിലോട്ടുള്ള ആരോ മാർക്ക് പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഇടയിലുള്ള ഗ്യാപ്പ് കുറച്ചുകൂടെ കുറഞ്ഞിരിക്കുകയാണ്. ശേഷം നമ്മുടെ അതിൻ്റെ അലൈൻമെൻറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അലൈൻമെൻറ്റ് ഈ ഒരു ഭാഗത്തു നിന്നും ഈ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തിരിക്കുകയാണ്. വേണമെങ്കിൽ ഇതിൻ്റെ സൈസ് ഒന്നും കൂടെ വേണമെങ്കിൽ നമുക്ക് കൂട്ടാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് കുറച്ച് ബോൾഡ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിനെ ഒന്ന് ലൈറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ബോൾഡ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലൈറ്റ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഒന്നുകൂടെ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ആരോ മാർക്ക് താഴോട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ഒന്നുകൂടെ ടിക്ക് ചെയ്തുകൊണ്ട് ഞാനിവിടെ അത് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ടെക്സ്റ്റ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ശേഷം ഇവിടെ മോഡ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അതിൻ്റെ പൊസിഷനിൽ ഞാൻ വരുത്താൻ പോവാണ്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അതിനെ കൊണ്ടുപോയി വെക്കുന്നു. ഇതിൻ്റെ സൈസ് ഒന്നുകൂടെ ചെറുതാക്കണം എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ആ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലെയർ സെലക്ട് ആവുന്നതാണ്. ശേഷം Ctrl T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈസ് നമുക്ക് ചെറുതാക്കി കൊടുക്കാം. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ സെറ്റ് ചെയ്യുന്നു.
ഇപ്പോൾ നമ്മുടെ ഡിസൈനിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഞാനൊന്ന് സൂം ഔട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇനി ഇവിടെ ചെറിയൊരു ടെക്സ്റ്റ് മാത്രമാണ് കൊണ്ടുവരാനുള്ളത്. അതും ഞാൻ പെട്ടെന്ന് കൊണ്ടുവരാൻ പോവാണ്. ഈ ഒരു ടെക്സ്റ്റ് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്ന് കറക്റ്റായിട്ട് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് കാണിക്കാത്തത്. ഇപ്പോൾ നമ്മൾ ഡിസൈൻ മുഴുവനായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു ഡിസൈനിനെ നമ്മൾ സേവ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഇമേജായിട്ട് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഫയൽ എന്നതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ സേവ് എ കോപ്പി എന്നൊരു ഓപ്ഷൻ പുതിയ ഫോട്ടോഷോപ്പിലേക്ക് നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഒരു പക്ഷേ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ സേവ് എ കോപ്പി എന്ന ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ സേവ് ആസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. സേവ് എ കോപ്പി എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് തന്നെ നിർബന്ധമായിട്ടും സെലക്ട് ചെയ്യണം. ഞാനിപ്പോൾ സേവ് എ കോപ്പി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൽ നിന്നും JPEG എന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇമേജായിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ JPEG എന്ന ഫോർമാറ്റാണ് സെലക്ട് ചെയ്യുന്നത്. ശേഷം നമ്മുടെ ഡിസൈനിന് എന്തെങ്കിലും ഒരു പേര് നമ്മൾ കൊടുക്കുന്നു. ഞാനിപ്പോൾ പോസ്റ്റർ എന്ന് കൊടുക്കാൻ പോവാണ്. ശേഷം ഇവിടെ സേവ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ അതിൻ്റെ ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് കൂട്ടി കൊടുക്കുന്നു. ശേഷം ഇവിടെ ഓക്കെ എന്ന് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡിസൈൻ ഒരു ഇമേജ് ഫയലായിട്ട് സേവ് ആവുന്നതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ആ ഒരു ഫോൾഡറിൽ പോസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ഡിസൈൻ നമ്മൾ മുഴുവനായിട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഇമേജ് ഫയൽ മാത്രമാണ് സേവ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഇമേജ് ഫയലിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നതല്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ PST ഫയൽ, അതായത് വർക്ക് ഫയൽ സേവ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ വർക്ക് ഫയൽ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഫയൽ എന്നതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സേവ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇതിന് നമ്മൾ എന്തെങ്കിലും പേര് കൊടുക്കുന്നു. ഞാനിവിടെ പോസ്റ്റർ എന്നതിന് കൊടുക്കുന്നു. ശേഷം ഇവിടെ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോട്ടോഷോപ്പ് PST എന്ന ഫോർമാറ്റാണ് സെലക്ട് ആയി കിടക്കുന്നത് എന്ന് ഉറപ്പുവരുത്താം. ശേഷം ഇവിടെ സേവ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പോപ്പപ്പ് വരുന്നതാണ്. ഇവിടെയും ഓക്കെ എന്ന് പ്രസ് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫയലിൻ്റെ ഒറിജിനൽ, അതായത് വർക്ക് ഫയലും നമ്മൾ സേവ് ചെയ്തിരിക്കുകയാണ്. ശേഷം നമുക്ക് ഈ ഒരു ഫയൽ ക്ലോസ് ചെയ്യാവുന്നതാണ്. ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരികയാണെങ്കിൽ ആ ഒരു പോസ്റ്റർ എന്ന് പറഞ്ഞ ആ ഒരു വർക്ക് ഫയൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് പിന്നീട് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ നമുക്ക് അതിൽ വരുത്താവുന്നതാണ്. ഇമേജ് ഫയലിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയും ലെങ്തി ആയതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതേപോലെ മുമ്പ് ഞാൻ 1-2 പോസ്റ്ററുകൾ ചെയ്യുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു വീഡിയോയും കൂടെ നിങ്ങൾക്ക് കണ്ടുകൊണ്ട് ആ ഒരു വർക്കും കൂടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഈ ഒരു വീഡിയോയിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട്, അതേപോലെ തന്നെ സൈസുകളും കളറുകളും ഫോണ്ടുകളും ഒക്കെ മാറ്റിക്കൊണ്ട് പല രീതിയിലുള്ള ഡിസൈനുകളും നിങ്ങൾക്ക് സ്വന്തമായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങളുടെ ലൈക്കിലൂടെയാണ് നമുക്ക് വീഡിയോസ് വീണ്ടും ചെയ്യാനുള്ള സപ്പോർട്ടൊക്കെ കിട്ടുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.